ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കമൻറ്റുകളിൽ വന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പൻ്റെ ഗിയർ എങ്ങനെയാണ് കറക്റ്റായിട്ട് മാറ്റുന്നതെന്ന് ചോദിച്ചിരുന്നത്. ഇതെനിക്ക് മുൻപും വന്നിട്ടുള്ള കമൻറ്റാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു അറിവില്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അതുപോലെ തന്നെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, വണ്ടി കയറ്റത്തിന് എടുക്കുമ്പം ബാക്കോട്ട് സ്ലിപ്പായി പോകാണ്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതും ജസ്റ്റ് ഈ വീഡിയോയിൽ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് കൂടെ എൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ എബൌട്ട് പേജിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിക്കണം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിളിക്കണം എന്നുള്ളവർ ഡയറക്റ്റായിട്ട് ചാനലിൻ്റെ എബൌട്ട് പേജിൽ പോയിട്ട് നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്തോ, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോ, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നെല്ലാം കാണിച്ചുതരാം. അതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പിന്നെ പ്രത്യേകം പറയുന്നത് വെച്ചാൽ, ഇതൊരു ആപ്പേൻ്റെ ഒരു ചാനലായിട്ടല്ല ഞാൻ കാണുന്നത്. എല്ലാ വണ്ടികളും ഉൾപ്പെടുത്താനുള്ള ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ ആപ്പേ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റിയ ആപ്പേൻ്റെ വീഡിയോ ആയതുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ആപ്പേൻ്റെത് മാത്രം ചെയ്യുന്നത്. എല്ലാ വണ്ടിയും കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാ വണ്ടികളെക്കുറിച്ചുള്ള വീഡിയോയും ഈ ചാനലിൽ കൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പക്ഷേ കുറച്ചൊന്ന് ചാനലൊന്ന് ഗ്രോത്ത് ആവണം. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എന്തായാലും ഈ ഗിയർ മാറ്റുന്നത് ചോദിച്ചത് വണ്ടിനെ പറ്റി തീരെ അറിയാത്തവരായിരിക്കും എന്നാണ് എൻ്റെ സംശയം. കാരണം ഓടിക്കുന്നവർക്ക് ആ ഒരു സംശയം ഉണ്ടാവില്ലേ, ആദ്യമായിട്ട് ഓടിച്ച് തുടങ്ങുന്നവർക്കും ഇങ്ങനത്തെ സംശയം ഉണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇതാണ് ഗിയർ, ക്ലച്ച് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും എന്തായാലും അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറിലാണുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വണ്ടി ഗിയറിലാണുള്ളതെങ്കിൽ നമ്മൾ ന്യൂട്രലിലേക്ക് ആക്കുക. അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റിലേക്കാണ് ഇടേണ്ടത്. ഇതാണ് ഫസ്റ്റിൻ്റെ പൊസിഷൻ, അത് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ വണ്ടി മുന്നോട്ട് പോകും. പിന്നീട് വണ്ടി മൂവ് ചെയ്തത് ശേഷം നമുക്ക് സെക്കൻഡ് ഗിയർ വേണം എന്ന് തോന്നുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ്. എല്ലാ വണ്ടിയും പോലെ തന്നെയാണ്. പിന്നെ വെച്ചാൽ ആപ്പയിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ന്യൂട്രലിൻ്റെ മേലെയാണ് ഫസ്റ്റ് വരുന്നത്. ബജാജിൻ്റെ വണ്ടിയാണെങ്കിൽ എല്ലാ ഗിയറും താഴോട്ടായിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയാണ് വരിക. ഈ ആപ്പയിൽ ആദ്യം മേലോട്ട് ഫസ്റ്റ്, നടുക്ക് ന്യൂട്രൽ. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഡൗട്ട് വരുന്നതായിരിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പം വണ്ടി ന്യൂട്രലാണുള്ളത്. വണ്ടി മൂവ് ചെയ്ത് ഓടിക്കഴിയുമ്പോൾ സെക്കൻഡിലേക്ക് ഇടുക. അതുപോലെ തന്നെ അടുത്ത ഗിയർ ഇടേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അറിയാമല്ലോ. ആ ഒരു സമയത്ത് തേർഡിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് 4 വേണം എന്ന് തോന്നുകയാണെങ്കിൽ 4ത്തിലേക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ നമ്മൾ വണ്ടീൻ്റെ ഗിയർ മാറ്റുന്ന പോലെ തന്നെ. പിന്നെ ചിലപ്പോൾ ഡൗട്ട് വരാനുള്ള കാരണം ഫസ്റ്റത്തെ ഈ മേലോട്ട് ഇടുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. ന്യൂട്രൽ പോയിൻ്റിൽ നിന്ന് ഫസ്റ്റ് മേലോട്ടും, അത് കഴിഞ്ഞിട്ട് ന്യൂട്രൽ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ്. ഇത് നമ്മൾ ഡയറക്റ്റ് ന്യൂട്രലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇടലല്ല. സെക്കൻഡിലേക്ക് ഇടുമ്പം ഇങ്ങനെ സെക്കൻഡിലേക്ക് അങ്ങ് ഇടും. അതവിടെ ന്യൂട്രലിട്ട് ആ ഒരു ലാഗ് വരുത്തലില്ല ഓടി കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, റിവേഴ്സിൻ്റെ ലിവർ ഇതാണ്. അപ്പം ഇതൊന്ന് താത്തി വെച്ചിട്ട് നമ്മൾ ഏത് ഗിയറിലേക്ക് ഇട്ടാലും റിവേഴ്സാണ്. ന്യൂട്രലില്ലാത്ത ഏത് ഗിയറിലിട്ടാലും റിവേഴ്സ് എടുക്കുക. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ റിവേഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് റിവേഴ്സിൻ്റെ. അതുപോലെ തന്നെ വലിയ പരിചയമില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഈ റിവേഴ്സൊക്കെ താത്തി കഴിഞ്ഞാൽ രണ്ടാമത് റിവേഴ്സ് ഇത് റിലീസ് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി വണ്ടി കയറ്റത്തിൽ നിന്ന് എങ്ങനെ ബാക്കോട്ട് സ്ലിപ്പ് ആവാണ്ട് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഓട്ടോറിക്ഷേനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബാക്കോട്ട് സ്ലിപ്പ് ആവുന്നൊരു പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പക്ഷേ എങ്കിലും ആദ്യമായിട്ടൊക്കെ ഈ വണ്ടി ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ പ്രശ്നം വരാറുണ്ട്. കാരണം ഞാൻ വരില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ബ്രേക്ക് നമ്മുടെ കാലിലുണ്ട്, നമ്മുടെ ആക്സിലേറ്ററും ക്ലച്ചും നമുക്ക് കയ്യിലാണ് വരുന്നത്. അതുകൊണ്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. കുറച്ച് നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് അങ്ങനെ വരാനുള്ള ചാൻസ് കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അങ്ങനെ ബാക്കോട്ട് വരുന്നുണ്ട്, സ്ലിപ്പ് ആവാണ്ട് എടുക്കണം എങ്കിൽ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് ഞാൻ ആദ്യം ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കയറ്റത്ത് വണ്ടി നിന്നു, അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ട് ആളെ എടുത്തു കഴിഞ്ഞിട്ട്, ഇനിയിപ്പോൾ ലോഡ് ഉണ്ടെങ്കിലും ലോഡ് ഇല്ലെങ്കിലും കാര്യമാണെങ്കിലും ശരി, ആളെ എടുത്തു കഴിഞ്ഞിട്ട് വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയറിലായിരിക്കുമല്ലോ എന്തായാലും കയറ്റത്ത് നിന്ന് എടുക്കുക. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബ്രേക്ക് ചവിട്ടി പിടിക്കുക. ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് വണ്ടി നല്ലോണം മൂവ് ആകും എന്ന് തോന്നിയതിന് ശേഷം മാത്രം എന്താക്കുക, എടുക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്ലച്ച് റിലീസായിട്ട് വണ്ടി ക്ലച്ചിലൊന്ന് താങ്ങണം. അപ്പോൾ നമ്മൾ ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്താലും വണ്ടി താഴോട്ട് പോവില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അങ്ങനെ വണ്ടി നിന്ന് കഴിയുമ്പോൾ
നമുക്ക് എന്താക്കാം, മെല്ലെ ആക്സിലേറ്റർ എടുത്ത് മുമ്പോട്ട് പോകാം. എങ്ങനെയാണ് ഈ വണ്ടി റിലീസായി പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യും. അതായത് ഈ ക്ലച്ച് നമ്മൾ ഫുള്ളായിട്ട് പിടിച്ചു വെക്കും, അതുപോലെ തന്നെ ആക്സിലേറ്ററും കൊടുക്കും. പക്ഷേ എന്നിട്ട് പെട്ടെന്ന് ഒരൊറ്റ എടുക്കൽ നമ്മൾ വണ്ടി അങ്ങോട്ട് മുന്നോട്ടെടുക്കും. അങ്ങനെ മുന്നോട്ടെടുക്കുമ്പോൾ ഞാനിത് വണ്ടി ഫ്രീ ആയിട്ട് കാണിച്ചു തരാം. ഈ ക്ലച്ച് അങ്ങോട്ട് വിട്ട് ഒറ്റ വിടലും ആക്സിലേറ്റർ അങ്ങ് കൊടുക്കലും ആയിരിക്കും മിക്ക ആൾക്കാരും ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വണ്ടി ബാക്കോട്ടങ്ങ് പോകും. അതാണ് സംഭവിക്കുക. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചിൽ താങ്ങി കൊടുക്കുക. അധികം നേരം ക്ലച്ച് താങ്ങരുത്, അത് ക്ലച്ചിന് പണി കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലച്ചിൽ നിങ്ങളൊന്ന് താങ്ങി കൊടുത്തിട്ട് വണ്ടി കറക്റ്റ് താങ്ങിയാണ് നിൽക്കുന്നതെന്ന് തോന്നി കഴിയുമ്പോൾ നിങ്ങൾക്ക് മെല്ലെ ആക്സിലേറ്റർ കൂട്ടിയിട്ട് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് പോകാവുന്നതാണ്. അത് ഞാൻ സ്റ്റാർട്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചതെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ വിടുമ്പോഴാണ് വണ്ടി റിവേഴ്സായിട്ട് അങ്ങ് പോകുന്നത്. അതായത് ഒരേ ടൈമിന് മൂന്നും ഒരുമിച്ച് നടക്കും. അതുകൊണ്ടാണ് വണ്ടി ബാക്കോട്ട് സ്ലിപ്പായി പോകുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഓൾറെഡി ക്ലച്ചിലായിരിക്കും വണ്ടി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് റിലീസ് ചെയ്യുന്നു, ബ്രേക്കും അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ വണ്ടിക്ക് പവർ എടുത്ത് വരുന്നതിന് മുന്നേ തന്നെ വണ്ടി ബാക്കോട്ടൊന്ന് ഒഴുകിയിട്ടാണ് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചിൽ താങ്ങിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പം വരില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇതായിപ്പോൾ നമ്മൾ ക്ലച്ച് പിടിച്ചു, ഗിയർ ഇട്ടു, ക്ലച്ച് റിലീസാക്കി, ആക്സിലേറ്റർ കൊടുത്തു, ഒരു പൊടി അനങ്ങാണ്ട് മുമ്പോട്ടെടുക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി ഗിയറിലാണുള്ളത്. നമ്മൾ ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്യുന്നു, അപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നു, വണ്ടി താങ്ങുന്നു, ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഓട്ടോറിക്ഷ ഞാൻ നോക്കിയിട്ട് സംഭവം സിമ്പിളാണ്, കാരണം ബുദ്ധിമുട്ടില്ല. ആക്സിലേറ്ററും ക്ലച്ചും നമ്മൾ കൈ കണ്ടാണ് ഉപയോഗിക്കുന്നത്. ആ സമയം മറ്റ് വണ്ടികളിലേക്ക് വരുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്ററും ബ്രേക്കും ഒരു കാല് കൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ടില്ല. എങ്കിലും കുറച്ച് പേർക്ക് അതറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. ഇനി ഞാൻ പുറത്ത് ക്യാമറ വെച്ചിട്ട് വണ്ടി സ്ലിപ്പാവാണ്ട് എടുക്കുന്നത് കൃത്യമായിട്ട് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.